പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു ഞായറാഴ്ചയോടെ കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയും നമുക്ക് തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കാം. ഈ സഭായത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഇരിക്കട്ടെ. നമ്മൾ പാടുന്ന പാട്ടുകൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, പ്രസംഗം എല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്യത്തിൻ്റെ ഒരു ഭാഗം ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, 24-ാം വാക്യം, 25-ാം വാക്യവും, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അവസാനത്തെ ഭാഗം ഇങ്ങനെ നിർത്തുന്നത്, നാൾ സമീപിക്കും തോറും അധികമായി ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ലൈഫിൻ്റെ, ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു ബിഗിനിങ്ങിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ചൈൽഡ്ഹുഡ് നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഒത്തിരി മിസ് ചെയ്യാറുണ്ടെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ചൈൽഡ്ഹുഡ് നമ്മൾ മിസ് ചെയ്യാറുണ്ടോ എന്നുള്ളത് നിങ്ങളോട് ഞാൻ ചോദിക്കുക. എൻ്റെ ക്രിസ്ത്യൻ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ അറിഞ്ഞ ആ ദിവസം ഇന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അതായത് ആദ്യത്തെ ദിവസം ദൈവത്തെ ആദ്യമായിട്ട് അറിഞ്ഞ ആ ദിവസം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കാണും, അല്ലേ? ഒത്തിരി പ്രാർത്ഥിച്ച് കാണും, ഒത്തിരി കാത്തിരിപ്പോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കാണും, ഒത്തിരി നമ്മൾ ഏൺ ചെയ്ത് കാണും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്. അപ്പോൾ ആ ദിവസവും ഇന്നത്തെ ദിവസമായിട്ട് ഞാൻ എന്നെ ഒന്ന് കമ്പയർ ചെയ്യുക. കർത്താവെ, അന്നത്തെ ദിവസം ഉള്ള ആ ഒരു തീഷ്ണത, ഞാൻ ആദ്യത്തെ ദിവസം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ മനസ്സിൽ വെളിച്ചം നൽകിയ ആ ഒരു ദിവസം ഇന്നും ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടൊക്കെയോ കർത്താവിൽ ഞാൻ അകന്നിട്ടുണ്ട്, അല്ലേ? ഞാനത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ മിസ് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇന്നും ഒത്തിരി ചേർന്നിരിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനും മിസ് ചെയ്യാറുണ്ട്. കർത്താവെ, ആ സമയത്തെപ്പോലൊരു സമയം പിന്നീട് ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സ്ഥിരമായിട്ടൊന്ന് കൊണ്ടുപോകാൻ കഴിയാറില്ല. പലപ്പോഴും പല സാഹചര്യങ്ങൾ വ്യത്യസ്തമായി, സൗകര്യങ്ങൾ കൂടുമ്പോൾ ദൈവത്തോടുള്ള അടുപ്പം നമുക്ക് കുറയാറുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന അവസരങ്ങളൊക്കെ കുറയാറുണ്ട്. പക്ഷെങ്കിൽ ഈ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, നാൾ സമീപിക്കും തോറും ഈ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ കൂടണം എന്നാണ് പറയുന്നത്. നാൾ സമീപിക്കും തോറും അത് വർദ്ധിച്ചു വരണം. അപ്പോൾ ഇന്ന് ഈ പകൽക്കാലം നമ്മൾ പാടുന്ന ചില പാട്ടുകളുടെ ആദ്യത്തെ നിമിഷം, കർത്താവെ, അന്ന് എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ വന്നു, ആ നിമിഷം, ആ ദിവസം ഒത്തിരി ഭാഗ്യമുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നു, ഇന്നും ഞാനിങ്ങനെ പോകുന്നു, അത് മിസ് ചെയ്യാൻ എനിക്കിടയാകല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അല്പനിമിഷങ്ങളായിരിക്കും ചില പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. ഹല്ലേലൂയ. രക്ഷകാ, എൻ ദൈവമേ, നിന്നിലായ നാൾ ഭാഗ്യമേ. എന്നുള്ളത്തിൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ, 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 യേശു എൻ പാപം തീർത്തനാൾ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത. വൻക്രിയ എന്നിൽ നടന്നു കർത്തനെന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു, ഞാൻ പിൻചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ, 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 യേശു. ഒരുമിച്ച് എത്ര ഭാഗ്യമായ നാളാ ഫാദർ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ,
യേശു എൻ പാപം തീർത്തനാൾ സ്വസ്ഥമില്ല മനമേ കർത്തനിൽ നീ ആശ്വസിക്ക സ്വസ്ഥമില്ല മനമേ കർത്തനിൽ നീ ആശ്വസിക്ക അവനെ തന്നന്മകൾ സ്വീകരിക്ക ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ സ്വർപുരമേ സ്വർപുരമേ കാരാറിനോ സാക്ഷി നിൽക്കും എൻ മനമേ സ്വർപുരമേ കാരാറിനോ സാക്ഷി നിൽക്കും എൻ മനമേ എന്നും എന്നിൽ ഒതുക്കുമോ നൽമുദ്ര നീ ശുദ്ധാത്മാവേ ഭാഗ്യനാൾ ഭാഗ്യനാൾ ഓ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ രക്ഷകായ ദൈവമേ രക്ഷക ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ രക്ഷക ദൈവമേ നിന്നിലായ നാൾ ഭാഗ്യമേ എന്നുള്ളത്തിൽ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ കർത്താവേ, ഞങ്ങളത് ഓർക്കുമ്പോൾ എത്ര ഭാഗ്യമുള്ള ഒരു ദിവസമായിരുന്നപ്പാ അന്ന്. കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് കർത്താവിനെ ആരാധിച്ച് കർത്താവിനോട് കാത്തിരുന്ന് ഞങ്ങൾ ഒത്തിരി പ്രാപിച്ച ആ ദിവസം ഞങ്ങൾക്ക് മിസ് ചെയ്യാനിടയാകാതെ കർത്താവിനെ തുടർന്നും പാടി ആരാധിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കണമേ അപ്പാ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. എല്ലാം അറിയാവുന്ന പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് പാടി നമുക്ക് കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ
രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന, രോഗശയ്യയിലെ കൂടെയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ കണ്ണുനീട്ടുകുന്നു മനസ്സലിയുന്ന, കണ്ണുനീട്ടുകുന്നു മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഒരുമിച്ച്. പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയരിൽ ആനന്ദിക്കുന്നു, എന്റെ മാനസം പ്രിയരിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി ആയവർ മുഖം എല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി ആയവർ മുഖം എല്ലും ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഹ് നല്ലവൻ അവനെ ആസ്വദിച്ചവേ, തന്നിൽ ആശ്രയിച്ചിടുന്നു ഭാഗ്യമേറിയോ. യാഹ് നല്ലവൻ അവനെ ആസ്വദിച്ചവേ, തന്നിൽ ആശ്രയിച്ചിടുന്നു ഭാഗ്യമേറിയോ. ഓ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ
നീതിമാന്മാരില്ല രക്ഷ കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സതി ഉദ്ധരിക്കുന്നു. നീതിമാന്മാരില്ല രക്ഷ കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സതി ഉദ്ധരിക്കുമ്പോ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. സംപ്രിയനിൽ ആനന്ദിക്കുന്നു. മാനസം തകർന്നവർക്കു രക്ഷ നൽകുന്നു. ദുഃഖിതർക്കാൽ ശ്വാസമേവൻ കൂടെയുണ്ട്. ഓ മാനസം തകർന്നവർക്കു രക്ഷ നൽകുന്നു. ദുഃഖിതർക്കാൽ ശ്വാസമേവൻ കൂടെയുണ്ടെന്നും. ഓ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ നീതിമാന്മാരില്ല നർമ്മമേറി വന്നു. നീക്കുപോക്കു നൽകിയിടുന്നേ നിത്യനാം ദൈവം. നീതിമാന്മാരില്ല നർമ്മമേറി വന്നു. നീക്കുപോക്കു നൽകിയിടുന്നു നിത്യനാം ദൈവം. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. ദൈവം എന്റെ ആശ്രയം അതെത്ര ഉത്തമം. ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം. ദുഃഖിതർക്കാൽ ശ്വാസമേവൻ കൂടെയുണ്ടെന്നും. ഓ മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം. ദുഃഖിതർക്കാൽ ശ്വാസമേവൻ കൂടെയുണ്ടെന്നും. ആമേൻ. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ലോകത്തിൻ പ്രഭുക്കളിൽ ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല. ദൈവം എന്റെ ആശ്രയം അതെത്ര ഉത്തമം. ലോകത്തിൽ വളരെ ഉറപ്പോടെ നമുക്ക് ആ വരി പാടാം. ദൈവം എന്റെ ആശ്രയം അതെത്ര ഉത്തമം. ഓ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. കർത്താവിൽ ആനന്ദത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവെ അങ്ങയിൽ ആരാധിപ്പാൻ, അങ്ങയിൽ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവെ അങ്ങേ പാടി ആരാധിക്കുന്നതിനെ സഹായിക്കണം ഈ പാടുകാരൻ. ഹല്ലേലൂയ. അതിയായി കർത്താവിനെ ആരാധിപ്പാൻ, അതിയായി കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തിന് ഒരിക്കലും വിട്ടുമാറാതെ അകലാതെ കർത്താവിനെ ആരാധിക്കാൻ നിങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ.
ഉണർന്നിരിപ്പാൻ, എന്നും കർത്താവിനെ ആരാധിപ്പാൻ ഹല്ലേലൂയ സഹായിക്കണം. ആമേൻ, 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 ആമേൻ. ബന്ധനങ്ങളിൽ അകപ്പെടാതെ, ബന്ധനങ്ങളിൽ പെടാതെ കർത്താവിനെ കെട്ടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ആരാധിപ്പാൻ സഹായിക്കണം. ഓ ശബലദേവേ ജീവൽ കടകടവരദേ ജീവൽ സുന്ദരദീരൽ കടകടദേവരദ അന്തരദേ സാരത് കടകടവരദിവര രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം. ഞങ്ങളുടെ മുന്നോട്ടുള്ള നാളുകൾ, ഞങ്ങളുടെ മുന്നോട്ടുള്ള നിമിഷങ്ങളെല്ലാം കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവിനെ പാടി ആരാധിപ്പാൻ സഹായിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തം ജയം 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 രക്തം ജയം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷകനായ ദൈവത്തിനെ, മഹത്വങ്ങൾ കളഞ്ഞ ദൈവത്തെ ഹല്ലേലൂയ അങ്ങയെ ആരാധിക്കുന്നപ്പാ, അങ്ങയെ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ നാളുകൾ അടുത്തുകൊണ്ടിരിക്കുമ്പോ ഏറിയോന് കർത്താവിനെ പാടി ആരാധിപ്പാൻ, ഏറിയോന് കർത്താവിനെ സ്തുതിപ്പാൻ, ഒരു ബന്ധനവും ഇല്ലാതെ കർത്താവിനെ പാടി ആരാധിപ്പാൻ നിങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം. ഓ ആമേൻ 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 ആമേൻ. മഹത്വപ്പാ, അങ്ങേക്ക് സ്തുതിയപ്പാ, അങ്ങേക്ക് ആരാധനയപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം 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 ജയം. യേശുവിന്റെ രക്തം ജയം 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 ജയം. യേശുവിന്റെ രക്തം ജയം 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 ജയം. ആമേൻ 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 ആമേൻ. രക്തം ജയം രക്തം ജയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും ദിനത്താലും ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. നന്ദി അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത്ഭുത നിമിഷങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ ആരാധന തീരുന്നിടം വരെയും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാ. നമ്മളെ ആപത്തുകളും അനർത്ഥങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മറ്റുള്ളവരെക്കാൾ കൂടുതൽ വരുമ്പോഴും കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ള ആശ്വാസം ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ വിളിച്ച കർത്താവ് ഉണ്മയുള്ളവനാ. നമുക്ക് ആ വരികളൊന്ന് പാടി കർത്താവിനെ സ്തുതിച്ച ശേഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. ഒരുമിച്ച്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻതാരത്താ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി. ഒരിക്കലും തളരേണ്ട കർത്താവ് കൂടെയുണ്ട്. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി. ഒരു പ്രാവശ്യം കൂടി. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം
മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഒരിക്കലും താഴത്തിൽ നിന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം സഭായോഗമായി കൂടുവാൻ, നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കിയ ഈവൻ കൃപയ്ക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ദ സ്വീറ്റ് ആൻഡ് മാച്ചസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. വളരെ തിരക്കുള്ളൊരു ഞായറാഴ്ചയാണ്. കർത്താവിന് തിരുമേശ നമ്മുടെ മധ്യമുണ്ട്. നമുക്കതിൽ ഭാഗവാക്കുകളാകണം. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കണം. ആമേൻ. സ്തോത്രം. ഇന്ന് ഒരു ചൈൽഡ് ഡെഡിക്കേഷൻ സർവീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വളരെ തിരക്കുള്ളൊരു സഭായവുമാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം കർത്താവ് നമുക്ക് തന്നല്ലോ. ആമേൻ. സ്തോത്രം. എപ്പോഴും വായിച്ച് സന്തോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സാധാരണഗതിയിൽ ഫാമിലി മീറ്റിങ്സ്, ആമേൻ സ്തോത്രം, അതേ കുടുംബ പ്രാർത്ഥനകൾ, ഭവനം സമർപ്പിച്ച് ശുശ്രൂഷിക്കുന്ന മീറ്റിങ്ങുകൾ, ചൈൽഡ് ഡെഡിക്കേഷൻ സർവീസ്, അതിനൊക്കെ വായിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട താങ്ക്സ് ഗിവിങ് സാമാണ്. ആമേൻ സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കുന്ന ഒരു കുടുംബത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ സങ്കീർത്തനം. അതിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം, 4-ാമത്തെ വാക്യമാണ്, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. ചിലപ്പോൾ ചില ഡാർക്ക്നെസ് സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. നമ്മൾ ഈ ലോകമാകുന്ന അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവൻ നമ്മളെ അത്ഭുത വെളിച്ചത്തിലേക്ക്, ആമേൻ, ആ നിത്യ വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവുമാകും നമ്മളൊക്കെയും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കരയറ്റാം. കർത്താവ് എത്ര നല്ലവനാണ്. ആമേൻ. ഈ ഇരുട്ടിൽ പലരും തപ്പിത്തടയുമ്പോൾ കർത്താവ് നമുക്കൊക്കെയും ആമേൻ കാട്ടിത്തന്ന ആ വെളിച്ചത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കരയറ്റാം. വെളിച്ചത്തിലേക്ക് വന്നവർ പിന്നീട് ഇരുട്ടിൽ ഹൈഡ് ചെയ്തിരിക്കാൻ പാടില്ല, ഇരുട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. നമ്മൾ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തെറ്റ് ചെയ്യുന്നവർക്കോ ഉറങ്ങുന്നവർക്കോ ഇരുട്ടാണ് ഇഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാമോ ഉറങ്ങുന്നവരുടെ മധ്യയല്ല, ഉണർന്നിരിക്കാനുള്ളവരാണ്. നാമോ ആമേൻ ആ പാപത്തിൽ നിന്നും പുറത്തു വന്നവരാണ്. ആ വെളിച്ചത്തിൽ തന്നെ നമുക്കായിരിക്കാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള സമയമാണ്. അതോടൊപ്പം അതിനുശേഷം കർത്താവിൻ്റെ തിരുമേശയിൽ നിന്നും സൂക്ഷിക്കാനുള്ള സമയമാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു മുന്നോട്ട് കടന്നു വന്ന് മെസ്സേജ് ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുസരിച്ച് ദൈവാലോചന നമ്മോട് അറിയിക്കുന്നതായിരിക്കും. എനിക്കറിയാം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ട്രാൻസ്ലേഷൻ കൂടി ആവശ്യമാണല്ലോ. പ്രവീൺ മാത്യൂസ് മുന്നോട്ട് കടന്നു വന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. May the name of the Lord be praised. ബഹുമാനരായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. I greet all those who are gathered here, the children of God, the men of God, in the love of Christ. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയും കൂടെ ദൈവം നമുക്ക് തന്നല്ലോ. And because the Lord's coming is delayed, He has given us another opportunity to praise and worship His name together. ഓരോ ഞായറാഴ്ചയും നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ, കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളൊരു വലിയ ചിന്തയും ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. And each Sunday as we come together to worship, to praise the Lord's name, we have to have in the thought in the back of our mind that the Lord's coming is closer and closer. അപ്പോൾ തന്നെ കർത്താവിൻ്റെ തിരുമേശയുടെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന അതിപ്രധാനമായ ആ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. And when we come to the Lord's Supper as well,
we also need to remember the Lord's sacrifice, and we need to have that thought in our mind as well. അത് കർത്താവിൻ്റെ മേശ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാകരുത്, അനുദിനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ഭാഗമായി തന്നെ മാറണം. And it shouldn't be just on the day that there's a Lord's Supper, but each day of our life, we should always remember the sacrifice that the Lord has suffered for us for our redemption. കാരണം ആ ക്രൂശ് മരണമാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. It is because of that death on the cross that we are here today in the current circumstance. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്തതാണ് കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള ധ്യാനം. And so it is something that as a Christian we cannot ignore, or we cannot avoid the fact of the sacrifice of the Lord. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് ചുമക്കുന്നവരാകണമെന്ന്. And Jesus Christ said to his disciples that if you follow me, you have to bear my cross as well. രസകരമായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ടൊരു അച്ഛൻ പള്ളിയിൽ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കുരിശ് നിങ്ങൾ അടുത്ത ഞായറാഴ്ച കൊണ്ടുവരണമെന്ന്. And there's a humorous incident where a priest was saying to his church that next Sunday when you come, you need to bring your cross from home with you. അങ്ങനെ അടുത്ത ആഴ്ച പലരും വീട്ടിൽ ഇരിക്കുന്ന ബെഞ്ചരിച്ച ക്രൂശ് കൊണ്ടുവന്നപ്പോൾ ഒരാൾ മാത്രം കൊണ്ടുവന്നില്ല. And so everyone else brought their small cross necklaces. They brought it to the church the next week, but one person didn't. ആ കുർബാന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അച്ഛൻ വിളിച്ചു ചോദിച്ചു, ക്രൂശ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവരാഞ്ഞത്? And so the priest called him up and said, I asked you to bring the cross. Why didn't you bring the cross with you today? ഉടനെ അദ്ദേഹം തന്റെ ഭാര്യ അച്ഛൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാളും വലിയൊരു ക്രൂശ് എനിക്ക് കിട്ടാനില്ലെന്ന്. And so the person brought forth his wife before the priest and said, there's no other bigger cross that I have in my life than this person. അങ്ങനത്തെ ക്രൂശിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന, ക്രിസ്തുവിന് അനുരൂപരാകുന്ന ഒരു ക്രിസ്ത്യാനിയാകുന്ന ശിഷ്യനാകുന്ന ക്രൂശാണ് നമ്മൾ ചുമക്കേണ്ടത്. And it's not that cross we are talking about here. It is the cross of remembrance of Christ's sacrifice, living as a person who is imitating Christ, who is becoming or looking to become like Christ, the Christian life that we are all attaining towards or running towards. That is the cross that Christ is speaking about here. കർത്താവിന്റെ മേശയെ ധ്യാനിക്കാൻ ദൈവം നമുക്ക് തരുന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. And I thank the Lord for the opportunity that He's given to us to be a part of the Lord's Supper. ഇന്ന് ദീർഘമായൊരു സന്ദേശത്തിന് സമയമില്ലാത്തത് കൊണ്ട് ചുരുങ്ങിയ വാചകങ്ങളിൽ ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. And because of the limited time, I would like to quickly bring before you a brief message and present it before you. നമുക്ക് വേദപുസ്തകം തുറക്കാം. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കാം. Let's read 1 Corinthians chapter 11 verse 24 and 25. രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യം നമ്മൾ ഇതിനു മുമ്പ് പലതവണ വിശദമായി ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് വിശദമായൊരു പ്രസംഗത്തിലേക്ക്, ധ്യാനത്തിലേക്ക് ഞാൻ ഇന്ന് പകൽ പോകുന്നില്ല. And we have heard multiple messages and sermons from this very verses, so I do not want to go into too much detail here. നമ്മൾ ബൈബിൾ ക്ലാസ് ഒക്കെ പഠിക്കുന്ന നേരത്ത് ഈ ഭാഗം ദീർഘമായി നമ്മൾ ചിന്തിച്ചതായതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ 2 വാക്യങ്ങളിൽ നിന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രത്യേക വാചകം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. And because when we had done Bible study, we had gone in depth into these portions here, I would like to just point out 2 specific things from these verses and conclude. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമസഭയ്ക്ക് കൽപ്പിച്ചാക്കിയ അതിപ്രധാനമായ 2 കാർമ്മിക ശുശ്രൂഷകളുണ്ട്. And there are 2 important ministries or very critical ministries that Jesus Christ told his disciples to keep after his death. അതിലൊന്ന് സ്നാനമാണ്, മറ്റൊന്ന് കർത്താവിന്റെ മേശയാണ്. And one of them is baptism, the other is the Lord's Supper. കർത്താവ് ഈ ശുശ്രൂഷ സ്ഥാപിക്കുമ്പോൾ ഇതിന് കർത്താവിന്റെ മേശ എന്നൊരു പേരില്ല. അത്താഴം കഴിക്കേണ്ടതിന് അവർ കൂടി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. And when it was first established, it was not called the Lord's Supper. It was simply called that they came together to break bread. പിന്നെ എങ്ങനെ ഇത് കർത്താവിന്റെ മേശ എന്ന പേരിലേക്ക് മാറിയത്? So how did it then turn into the Lord's Supper? കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിന്റെ ആരംഭകൻ, കർത്താവാണ് ഇതിനെ സ്ഥാപിച്ചത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ മേശ എന്ന് ഇതിനെപ്പറ്റി പറയുന്നു. And it was the Lord who established this particular practice, and so that is why we call it the Lord's Supper. എപ്പോഴൊക്കെ കർത്താവിന്റെ മേശ അനുഷ്ഠിക്കാം?
when can we keep or when can we have the Lord's Supper? നമ്മൾ ഈ സഭയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മൾ എല്ലാ മാസത്തിൻ്റെയും ആരംഭത്തെ ഞായറാഴ്ച കർത്താവിന് മേശ അനുഷ്ഠിക്കുന്നു. As per this church practices, we keep the Lord's Supper on the first Sunday of every month. ചില സഭകളിലാണെങ്കിൽ ഓരോ ആഴ്ച ഇടവിട്ട് ഈ ശുശ്രൂഷ അവർ ചെയ്യാറുണ്ട്. And in other churches, they keep it on alternate Sundays. എങ്ങനെയായാലും ഈ ശുശ്രൂഷ നമ്മുടെ സഭയുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. And however you maintain or however you keep the practice, it is a part of the church of God. തിരുവചനത്തിൽ ദൈവദാസന്മാർ പറയുന്നത് പോലെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഈ ശുശ്രൂഷ അനുഷ്ഠിക്കണമെന്ന് കാണുന്നു. And in the scriptures we can read that whenever you come together, you have to keep the Lord's Supper. അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, കർത്താവ് സഹിച്ച കഷ്ടപ്പാടുകൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അത് നമ്മെ കാണിച്ചു തരികയാണ്. And that shows us how significant it is to remember the Lord's sacrifice in our lives on a day-to-day basis as we are living as Christians. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനെയും നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. And we know that in this life or in this world we remember a person especially after they have passed away. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരെ, എഴുത്തുകാരെ എന്ന് വേണ്ട പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ഓർക്കുന്നത് അവരുടെ മരണത്തിന് ശേഷം അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്. And people who have done great things for the society, authors, scientists, people who have made inventions, we remember them especially after their deaths. എന്നാൽ ഉലക ചരിത്രത്തിൽ ഒരാള് താൻ മരിക്കുന്നതിന് മുൻപേ തൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഏക വ്യക്തിത്വം നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. But in the world's history, the only person to have said while he was still alive, to have said to his followers, do this in remembrance of me, that is Christ Jesus. അന്ന് രാത്രി അവർ കൂടിയിരിക്കുമ്പോൾ അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സമയം കർത്താവ് പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യണം. And that night when they were together, when he had broken bread and given to them, that is when he said, do this in remembrance of me. പാനപാത്രം എടുത്ത് പകർന്ന് ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യണം. And when he took the wine and he gave it to the disciples, he said, do this in remembrance of me. ശിഷ്യന്മാരിൽ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കാതിരിക്കട്ടെ, കർത്താവേ എന്തിനാ അങ്ങയുടെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറയുന്നത്? And if one of the disciples was to ask, Lord, why should we do this in remembrance of you? യേശു കർത്താവിന് അതിനുള്ള മറുപടി ഇങ്ങനെ ആയിരിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന സമയത്ത് എൻ്റെ മരണം ഏതു വിധമാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. And Christ's response would have been like this: when I was alive, I have said to you many times how my death is going to be. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. But of everything that I've said, the reality of it you will start to see in a short period of time. യേശു കർത്താവ് അവരോട് പറയാതെ പറയുന്ന മറ്റൊരു സത്യം, നാം ഇന്നിവിടെ ഈ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ, ഈ അത്താഴം നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് വേണ്ടിയുള്ള കുലക്കളം അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And there was something that was unsaid by Christ, but it was true. While they were having the supper, there was preparations for Christ's death happening on the other side. അപ്പോൾ ഞാൻ ഇനി സഹിക്കാൻ പോകുന്ന കഷ്ടത എന്താണെന്ന് ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര ഭയാനകരമായ മണിക്കൂറുകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. So Christ is saying that I'm taking you together to the moments where I'm going to suffer more than any other person has suffered before me. റോമൻ ശിക്ഷാരീതികൾ അനുസരിച്ച് ഉലക ചരിത്രത്തിൽ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത കിരാതമായ രീതിയിലായിരുന്നു അവർ യേശുവിനെ ശിക്ഷിച്ചത്. And according to the Roman practices, until that point in history, there was no other person who had suffered or who had been put to suffering as much as they did to Christ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അപ്പം നുറുങ്ങുന്നത് പോലെ പാനപാത്രത്തിലേക്ക് വീഞ്ഞു പകരുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് സകല തേജസ്സിന്റെയും സകല സൃഷ്ടിയുടെയും തേജസ്സായിരുന്ന സകലത്തിന്റെയും ആരാധനമൂർത്തിയായ നമ്മുടെ അരുമനാഥനായ കർത്താവ് മാറ്റപ്പെടാൻ പോകുന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് ദൈവം നേരത്തെ പറയുകയാണ്. And so Christ is warning his disciples, like the bread is being broken, like the wine is being poured out, he is going to be suffering on the cross. His body is going to be broken beyond recognition, and he's going to go through the suffering for our sakes. ഈ ശുശ്രൂഷ നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് കൈമാറുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതും നമ്മളോട് ആവശ്യപ്പെടുന്നതുമായ കാര്യം എങ്ങനെയാണോ ഞാൻ തകർക്കപ്പെട്ടത്, എങ്ങനെയാണോ ദൈവഹിതത്തിന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ ഒഴിച്ചത്, നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിക്ക് മുമ്പിലും നാമും ഇതുപോലെ ഒന്നുമല്ലാതായി മാറുന്നെങ്കിൽ മഹത്വത്തിന്റെ ഒരു ഉയർപ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. And through this Lord's Supper, Jesus Christ is reminding us, just as he had been broken on the cross, like he had been poured out before the cross, we also have a purpose in our life that we need to submit ourselves to whatever suffering that God is going to put us through for the kingdom of God.
സകല മനുഷ്യരും ഒരുപോലെ യേശു കർത്താവിനെ പരിഹസിക്കുന്നു, വാക്കുകൾ കൊണ്ട് ശകാരവർഷം നടത്തുന്നു. കള്ളൻ എന്ന് പറയുന്നു, ചതിയൻ എന്ന് പറയുന്നു, തച്ചനന്റെ മകൻ എന്ന് പറയുന്നു, പറ്റിക്കുന്നവൻ എന്ന് പറയുന്നു. ആ പരിഹാസികളുടെ വാക്കുകൾക്ക് മുമ്പിൽ ഒരു വാക്ക് പോലും പറയാതെ ഒരു കുഞ്ഞാടിനെ പോലെ നമ്മുടെ കർത്താവ് നിൽക്കുകയാണ്. And while the people around him are persecuting Christ, are insulting him, are ridiculing him, he is not saying a word back to that, and he is standing as a lamb of God, silent. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലരെ തൊട്ട് ഈ ദൂതിങ്ങനെ കൈമാറുകയാണ്. ഉത്തരം പറയാനില്ലാതെ, വാക്കുകളൊന്നും തിരിച്ചു പറയാനില്ലാതെ മൗനമായി ദൈവത്തെ നോക്കിയിരിക്കുന്ന ദൈവ പൈതലേ, ഇന്നത്തെ ഈ പ്രതിസന്ധികൾ അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യനും കവരാൻ കഴിയാത്തൊരു ഉയർപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Praise the Lord. By the Spirit of God, I'm saying to those people who have ridicule in their life, who have been insulted in their life, that this is for a short period of time. There is a plan that God has for you if you simply keep silent. ഞാൻ ഇന്ന് പകൽ ആ ദൂത് ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ഇടപെടുകയാണ്. നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ ആലോചന കൈമാറുന്നു. മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ചില പ്രാർത്ഥനയുടെ മറുപടികൾ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. 2025 അവസാനിക്കുന്നതിന് മുൻപ് ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന ചില സന്ദർഭങ്ങൾ മുന്നിലുണ്ടെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. And I'm repeating that message. Be silent and know that he is God, and you're going to receive answers to the prayer requests that you had before the end of 2025. You will have answers to those requests that you have been waiting for a long period of time. സകല മനുഷ്യരും പ്രാണഭയത്തിലായി പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന നേരത്ത് അർദ്ധരാത്രിയിൽ ഒരുവൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവം എന്നോട് പറഞ്ഞു, പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കണമെന്നുള്ളത് എൻ്റെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇന്നത്തെ കാറ്റുകളോ ഇന്നത്തെ തിരമാലകളോ പിശാചിന്റെ തന്ത്രങ്ങളോ നിന്നെ തകർക്കില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. And while many others are crying around him or grieving for Paul, there is one person who is standing up and saying to him, Paul, it is the will of God, it is the desire of God that you should stand before Caesar, and until that happens, whatever shipwrecks or whatever difficulties you have in your life, it is not going to affect your life. കയ്യേൽ അണലി കടിച്ചോട്ടെ, സകലരും നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നീ രക്ഷപ്പെടില്ലെന്ന് നിന്നെ നോക്കി പ്രാഗിക്കോട്ടെ, ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറഞ്ഞു. സകലത്തിനും പരിഹാരം നൽകിയ ഒരു ക്രൂശിന്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. അത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. And even if you have a snake bite, even if you have other disasters in your life, there is a Lord saying that I will keep you safe until that purpose has been fulfilled, and that is the Lord that we serve in our life as well. ഒരു നിമിഷം ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് സ്തോത്രം ചെയ്ത് പറയാമോ? Let us എൻ്റെ clap ദൈവം our hands and ജീവിക്കുന്നത് praise the കൊണ്ട്, Lord. Our God is a living God. എൻ്റെ ദൈവം ജീവിക്കുന്നത് Our കൊണ്ട്, God is a living God. അവൻ വിശ്വസ്തനായതുകൊണ്ട്, He is a faithful God. ക്രൂശിൽ പിശാചിന്റെ ആയുധങ്ങളെ അടിയറവ് വെച്ചിപ്പിച്ചതുകൊണ്ട്, And because he has surrendered the അവന്റെ weapons of Satan തന്ത്രങ്ങൾ at എൻ്റെ the മേൽ cross, വാഴില്ല. and there is no wiles of devil that will overcome us. ഹല്ലേലൂയ. Hallelujah. Hallelujah. Stotram. ഈ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. Let's come back to the verse. 2 പ്രാവശ്യം പൗലോസ് ആവർത്തിച്ച് പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യുക. Twice here Paul is repeating, do this in remembrance of me. അപ്പോൾ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും യേശു കർത്താവിൻ്റെ ക്രൂശിന് മുമ്പിൽ വരുമ്പോൾ, ഈ ശുശ്രൂഷയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. And if he says do this in remembrance, there are many things that we need to remember when we come before this ministry. ഞാനത് വേഗത്തിൽ പറയട്ടെ. ഒന്ന്, മരണാധികാരിയായിരുന്ന പിശാചിന്റെ ഘോരമായ ചങ്ങലയ്ക്കകത്ത് നിന്ന് അവൻ നമ്മെ സ്വതന്ത്രരാക്കി. And the first thing is, say, he delivered us from the chains of death that Satan had over us. ഈ പിശാചിന്റെ ചങ്ങല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? What does it mean when I say chains of Satan? അത് കേവലം നമ്മുടെ ഈ ജഡത്തെയല്ല അവൻ ബന്ധിക്കുന്നത്. And it is not just the flesh that he is binding. നമ്മുടെ അകത്തെ മനുഷ്യനെയാണ് അവൻ ലക്ഷ്യമിടുന്നത്. And it is the inner man that he is targeting here. ശാപം ഒരാള് നമുക്ക് നേരെ തൊടുത്തു വിടുമ്പോൾ, And if someone is sending a curse towards us, ആദ്യമേ അത് ബാധിക്കുന്നത് എൻ്റെ മനസ്സിനെയാണ്. the first thing that affects us, it is our mind. ഒരാൾ എന്നെ പ്രാകുമ്പോ ആദ്യം അത് കൊള്ളുന്നത് എൻ്റെ മനസ്സിലാണ്. When a person ridicules us, the first thing that affects is our mind. ഞാൻ our ഈ spirit. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കുക, പാസങ്ങൾ അവിടെ വന്നിട്ട് ദൈവത്തെ
ദേവദാസനെ പറഞ്ഞുവിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര വിഷമം ഉണ്ടാവും. And if after speaking all of this, I go back and sit down and the pastor says, what you have said is not right, it will affect me personally. അപ്പോൾ ഇവന്റെ തന്ത്രം ദൈവത്തോട് നമ്മുടെ മനസാക്ഷിയെ ശത്രുതയിലാക്കുക എന്നുള്ളതാണ്. And so what his trick here is to make sure that we have a guilty conscience towards the Lord. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരെയും ഇന്ന് പകൽ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ അകത്ത് കരയുന്നവരും ഇതിൻ്റെ അകത്തുണ്ട്. I know many people here, while you're smiling on the outward surface, there are many people who are crying on the inside. അത് പുറത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും അത് അറിയാവുന്നവർക്കറിയാം ആ മനുഷ്യൻ ചിരിക്കുന്നെങ്കിലും അതൊരു യഥാർത്ഥ ചിരിയല്ല, സന്തോഷത്തോടുള്ള ചിരിയല്ല. And if you know that person personally, you will know that the person inside, he is crying out. അപ്പോൾ ദൈവത്തിനൊരു കാര്യം അറിയാം, ഇവന്റെ അകത്തെ മനുഷ്യനെ രക്ഷിച്ചെങ്കിലേ പുറമേ ഉള്ളവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടൂ. And so God knows the fact that it is only when the inner man is saved, the outer person is going to have the same salvation. ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസാക്ഷി ദൈവവുമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു. And so first thing Jesus Christ did on the cross is to clear our conscience with God. ഞാൻ പാപിയാണ്, ഞാൻ കുറ്റമുള്ളവനാണ്, എനിക്ക് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയില്ല എന്ന് പഴയ നിയമത്തിൽ സകലരെയും ബാധിച്ച ആ വിഷയത്തെ ക്രൂശിൽ എൻ്റെ കർത്താവ് എന്നേക്കുമായി പരിഹരിച്ചു. And so the thought that impacted everyone up to that point from the Old Testament onwards is that I am a sinner, I am not worthy to be before the Lord, I am not worthy of redemption, and that is the thing that Jesus Christ was trying to fix on the cross. അതിന് ഉത്തമ തെളിവല്ലേ പഴയ നിയമത്തിൽ മാറി മാറി വരുന്ന യാഗങ്ങളെല്ലാം. And so that the evidence of that is all the different sacrifices that we had in the Old Testament. എന്തിനാ ഈ വർഷങ്ങളെല്ലാം ഇവർ യാഗവുമായിട്ട് ആലയത്തിലേക്ക് വന്നത്? ദൈവവുമായിട്ടുള്ള അവരുടെ മനസാക്ഷി ബന്ധം റെഡിയായിട്ടില്ല. Why did they come year after year with a sacrifice to the temple? It is because their conscience was not clear with God. കർത്താവ് ക്രൂശി ചെയ്തത് പിശാചിന്റെ ആ പദ്ധതിയെ എന്നേക്കുമായി അങ്ങ് തകർക്കുകയായിരുന്നു. And so what Christ did was he destroyed that plan of devil on the cross once and forever. അതുകൊണ്ട് നമുക്കെന്താ ഗുണമുണ്ടായത്? ഏതു നേരത്തും പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ അവൻ നമ്മെ നിറച്ചു. So what is the benefit that we had? We have a spirit of sonship within us that we can come before the Lord at any point in our life. രണ്ടാമതായി സംഭവിച്ചത്, നമുക്ക് വിരോധമായി എഴുതിയിരുന്ന ഒരു പ്രമാണത്തെ യേശു കർത്താവ് ക്രൂശിൽ എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. And the second thing that Christ did was he wiped a covenant that was written for us before that. റോമാലേഖനം പഠിച്ചപ്പോൾ, കൊരിന്ത്യലേഖനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാ, ന്യായപ്രമാണമെന്ന ഈ അതികഠിനമായ ചുമട് നമ്മുടെ മേലിൽ നിന്നും എൻ്റെ കർത്താവ് എന്നേക്കുമായി അങ്ങ് മാറ്റുക. And if you study the book of Romans and Corinthians, you will see that this heavy burden of the law was taken away on the cross from ആ us. ന്യായപ്രമാണം ഇന്ന് നിലവിലിരുന്നെങ്കിൽ ഈ ഇരിക്കുന്നവരിൽ പലരും, ഞാൻ ഉൾപ്പെടെ ഈ ആലയത്തിൽ കാണില്ലായിരുന്നു. And if that law was still in existence today, or it was still to be maintained today, many of us sitting here would not be here today. ന്യായപ്രമാണം എപ്പോഴും മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് നീ ഒരു തികഞ്ഞവനല്ല, നീ ഒരു പാപിയാണ് എന്നുള്ള ചിന്തയായിരുന്നു. And so what the law shows each one of us is that none of us are complete. We are a sinner before the Lord. എന്നാൽ ആ ചിന്താഗതികളെ, ആ ബർഡനെയാണ് ക്രൂശിൽ എന്നേക്കുമായി കർത്താവ് ഇല്ലാതാക്കിയത്. And it is those thoughts and that burden which was taken away on the cross by Christ. സ്തോത്രം. പഴയ നിയമത്തിൽ ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ ചെയ്യുന്ന ഓരോ പാപത്തിനും അതിൻ്റെതായ ശിക്ഷയുണ്ട്, അതിൻ്റെതായ പരിഹാരമുണ്ട്. And in the Old Testament, according to the law, each of the iniquities committed or the sins committed had a certain sacrifice that was required, had a certain action that was required to fix it. ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും ആലയത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ തേജസ് കാണാൻ അനുവാദമില്ല. And if the person who had done that wrong, he would not be able to enter into the temple and see the glory of അവൻ God. പ്രാകാരത്തിൽ നിന്ന് പരിഹാരക്രിയ വരുത്തി പുരോഹിതൻ വഴിയാണ് ദൈവം തന്റെ പാപം ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. And he would be standing out in the courtyard and he would make a sacrifice for his sin through the priest, and then only he would get that redemption. പക്ഷേ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോഴുണ്ടല്ലോ, വർഷങ്ങളായി അവരുടെ മുമ്പിൽ ഇരുന്ന തിരശീലയെ അവൻ ചിന്തി ദൈവത്തിന്റെ മുമ്പിലേക്ക് അടുത്തു വരാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരികയാ ചെയ്തത്. But when Christ died on the cross, he tore apart that curtain that was between man and God and gave us the authority, gave us the right to come before the Lord with freedom from sin. അപ്പോൾ ഒന്നാമത് സംഭവിച്ചത്, പിശാചിന്റെ പദ്ധതികളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു.
The first thing that happened is he saved us from the wiles of the devil. രണ്ടാമത് ന്യായപ്രമാണത്തിന്റെ ചങ്ങലയിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ചു. And second thing, he redeemed us from the chains of the law. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. മൂന്നാമതായി ഞാൻ ഇങ്ങനെ പറയുന്നു, രാജകീയ പൗരോഹിത്യ വർഗമായി, സ്വന്തം ജനമായി, അല്ലല്ലല്ല, പിതാവായ ദൈവത്തിന്റെ സ്വന്തം പുത്രനായി, സ്വന്തം പുത്രിയായി നമുക്കൊരു പ്രമോഷൻ ലഭിക്കുകയാണ് ക്രൂശിലൂടെ. And the third thing that he did was he gave us a promotion to the sonship of God as a royal priesthood. അതുകൊണ്ട് എന്താ നമുക്കുണ്ടായ നേട്ടം? So what is the benefit that we have through this? തിരുവചനം പഠിക്കുമ്പോൾ അറിയാം, യേശു കർത്താവ് നമ്മുടെ സഹോദരനാണ്. നാം അവന്റെ കൂട്ടു സഹോദരങ്ങളായി സ്വർഗത്തിൽ ക്രിസ്തുവിനുള്ള അവകാശങ്ങൾ എൻ്റെ അവകാശമായി മാറ്റിയത് ഈ ക്രൂശിലൂടെയാണ്. And when we study the scriptures, we know that we are co-brethren in Christ or with Christ, and we have the inheritance of Christ through inheritance of God through Christ. അപ്പോൾ ഈ ക്രൂശിന്റെ ഈ കഷ്ടതകളൊക്കെ വിളിച്ചറിയിക്കുന്ന ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, എനിക്ക് പകരക്കാരനായി, ആത്മസ്നേഹിതനായി ഒരാള് അറുക്കപ്പെടുകയാണ്, തകർക്കപ്പെടുകയാണ്. And when we come before this ministry and when we do this, when we take part in the Lord's Supper, the one thing that we need to remind ourselves is that there is a person who has gone before me, who has suffered for my sake so that I can have that inheritance or I can have that right in the law. ന്യായപ്രമാണത്തിന്റെ പ്രമാണമാണ് വീണ്ടെടുക്കാൻ ഒരു അവകാശി ഉണ്ടെങ്കിൽ അവൻ ആ വീണ്ടെടുപ്പിന്റെ വില പകരമായി നൽകി ആ വ്യക്തിയെ വീണ്ടെടുക്കാം. And according to the law, if there is a person who is ready to redeem on behalf of someone else, he can give that redemption price and he can gain freedom for that other person. ആ വിമോചനമാണ് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നിവർത്തിച്ചത്. And it is that freedom that God enabled through Christ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ ശരീരത്താൽ സകല അതിക്രമങ്ങളിൽ നിന്നുമുള്ള മോചനം അവൻ നമുക്ക് നൽകി. And so through Christ's body, through Christ's blood, he gave us freedom from all iniquities. അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യം, എന്നേക്കുമായി എൻ്റെ അതിക്രമങ്ങളുടെ കടം കർത്താവ് തീർത്ത് എന്നെ ദൈവഗ്രഹത്തിന്റെ അംഗമാക്കി മാറ്റിയ ദൈവസ്നേഹമാണ് നാം ഇന്ന് പകൽ തിരിച്ചറിയേണ്ടത്. And so one thing that we need to recognize through the Lord's Supper is the love of Christ that redeemed us from sins, that made us, gave us sonship to God through Christ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രയോജനമില്ലാത്തൊരു മനുഷ്യന് വേണ്ടി ആരും തന്റെ ജീവൻ കൊടുക്കാറില്ല. None of us gives our life for someone who has no use for us or someone who has no relationship with us. നമുക്ക് ലാഭമില്ലാത്തൊരു ബിസിനസിന്റെ അകത്ത് നമ്മൾ ചെന്ന് കയറുവോ? If there is no profit in something, we will not go into do business. ഒരാളും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തത്തില്ല. No one will make that investment. പക്ഷെ കർത്താവിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത്, നമ്മൾ പാപിയായിരിക്കുമ്പോഴേ അവൻ നമ്മളെ സ്നേഹിച്ചെന്നല്ലേ. But what the word of God says about Christ is that he still loved us even when we were sinners. പിതാവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ സ്നേഹത്തിന്റെ പ്രതിഫലനമല്ലേ ക്രൂശിൽ കിടക്കുന്ന കർത്താവ്. And it is that reflection of Christ's love that is there on the cross. ആ ദൈവസ്നേഹമല്ലേ ഇന്ന് പകൽ ഈ ആരാധനാലയത്തിൽ ഒഴുകുന്നത്. And it is that God's love that is flowing through the church today. ആ സ്നേഹമല്ലേ ഈ ക്രൂശിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. And it is that love that draws us nearer to the cross. പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ, എല്ലാവരും പോയാലും ഞാൻ പോകില്ല, കാരണം നിത്യജീവന്റെ മൊഴി അല്ല, തികഞ്ഞ ദൈവസ്നേഹം എന്താണെന്ന് എന്നെ കാണിച്ചു തന്നത് അങ്ങാണ്, അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും. And as Peter says, even if everyone else leaves, I will not leave because I have seen the love, the complete love that he has shown towards us. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ആ ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. And when we come to this ministry, one thing that we should have in our minds is that God's love. ഒരു പ്രയോജനമില്ലാത്ത നമ്മളെ സ്നേഹിച്ചത് എന്തുമാത്രം വലിയ സ്നേഹം അല്ലേ. And how great is God's love that he loves some people as useless as us. എൻ്റെ മോന് വേണ്ടി ചിലപ്പോൾ ഞാൻ മരിക്കുമായിരിക്കും, I might die for my son. എന്നാൽ വേറൊരാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുമെന്നുള്ള രണ്ടാമത്തെ ചിന്തയാണ്. And but I would think twice about giving my life for someone else. പക്ഷെ കർത്താവ് ചെയ്തത് എന്നാണെന്നറിയാമോ? മുഖവിഷമില്ലാതെ, കളർ നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ നമ്മെ എല്ലാവരെയും അവൻ സ്നേഹിച്ചു എന്നതാ സത്യം. But what Christ did was that he loved us without showing any discrimination for race, color or origins. അതിന്റെ തെളിവല്ലേ ഈ സഭ എന്നത്. And isn't the evidence of that this very church itself? അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ തിരുമേശ സമയത്ത് പറഞ്ഞതുപോലെ ഇതൊരു കുടുംബത്തിന്റെ
ശുശ്രൂഷയാണ്. And so just as I said in my last message at the Lord's Supper, this message is for the family of God. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ ശുശ്രൂഷയാണ് ഇതെങ്കിൽ ഇന്ന് പകൽ ആ ശുശ്രൂഷയുടെ ഭാഗമാകാൻ തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. And if this ministry is for a family who has been set apart through accepting Christ as a savior, through baptism, through living a purified, sanctified life, then we need to thank the Lord for that family that he has given to us. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ അടിമത്തത്തിലായിരുന്നു, എൻ്റെ കഷ്ടതകളെ അവൻ മാറ്റി, എനിക്കൊരു പുറപ്പാട് വിടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. ആമേൻ. പിശാചിൻ്റെ നുകമെന്ന കഷ്ടതയുടെ കീഴിൽ ഞാനായി, അവിടുന്ന് എന്നെ വിടുവിച്ചു, ഒരു പുറപ്പാടിലേക്ക് എന്നെ കൊണ്ടുവരുന്നതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷ എന്നത്. And as I reminded you last time, we have been delivered from the sins of the devil of our life. We have been sanctified, we have been set apart, and we are going through an exodus to the next part of our life. ഇത് പകൽ അങ്ങനെ ഒരു ചിന്തയും ആ ഒരു സമർപ്പണവും നമുക്കുണ്ടാകണം. And so we need to have that submission and that thought in our minds. ആ ക്രൂശിനെ നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കുകയാണ്. And so that is the cross that we are meditating today. കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാമോ? Let's close our eyes before the Lord. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ ഒന്ന് അടച്ചേ. Let's close our eyes. ഇന്ന് പകൽ ഇവിടെ നടക്കാൻ പോകുന്ന ശുശ്രൂഷ കർത്താവിന്റെ മേശയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. We know it is the Lord's Supper that we're going to have today. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം കടമയുമാണ് നമുക്ക് ക്രൂശിലൂടെ ലഭിച്ച രക്ഷയുടെ സന്തോഷം ഓർത്ത്, യേശു കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. And so it is our greatest responsibility to think about the sacrifice of Christ and praise him for what he has done for us on the cross. പ്രിയപ്പെട്ടവരെ, ഒരു സ്നേഹത്തിന് വേണ്ടി ഒരാൾ മരിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. So if someone is to die for his friend or his loved one, it is a great thing. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമുക്കുണ്ടായ പ്രയോജനങ്ങൾ എന്തൊക്കെയാ? So what are the benefits that we have because Christ died for us? മരണാധികാരിയായ പിശാചിന്റെ ചങ്ങലയിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. He delivered us from the chains of death that Satan had authority over us. അവന്റെ മരണത്താൽ എൻ്റെ മരണത്തെ, എൻ്റെ ശാപത്തെ എന്നേക്കുമായി കർത്താവ് നീക്കി. And he removed our iniquities, our sin through his death. അതിലൂടെ എനിക്ക് ലഭിച്ച പ്രൊമോഷൻ എന്താ? And what is the promotion that we received through that? അതിധൈര്യമായി കൃപാസനത്തിങ്കിലേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. And we can come before the throne of grace, and that is the fortune that is the opportunity that is given to us through his death. പിതാവായ ദൈവം എൻ്റെ മകനെന്ന് മകളെന്നുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചു. And we have got the acceptance as a son, as a daughter of God. യേശു കർത്താവിന്റെ സഹോദരനാണ്, സഹോദരിയാണെന്നുള്ള പദവി എനിക്ക് ലഭിച്ചു. Jesus Christ is our brother, our sibling. That is the authority that we had. ആ നിത്യതയ്ക്ക് ഞാൻ ഓഹരിക്കാരനായി. And we have become a part of that eternal inheritance. ഉലകത്തിൽ ആർക്കും വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത രക്ഷയുടെ സന്തോഷം എനിക്ക് അവൻ തന്നു. And it is the joy of salvation that we cannot purchase with any of the price that we pay on this earth. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാം ചെയ്തതിനേക്കാളും അധികമാണ് ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച നല്ല ദാനങ്ങൾ. And dear ones, it is something that much more than what we could have paid that we received on the cross. പൗലോസ് പറയുന്നു, ക്രൂശിലൂടെ സ്വർഗ്ഗത്തിലെ സകല ആത്മീക അധികാരങ്ങളുടെയും അനുഗ്രഹത്തിന്റെയും അവകാശിയാക്കി കർത്താവിനെ മാറ്റി. And we have, as Paul said, we have gained inheritance through everything through the cross. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. Let us pray sincerely. ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചേ. Let us submit ourselves. ശബ്ദം ഉയർത്തി കർത്താവിനോടൊന്ന് സംസാരിച്ചേ. Let us speak to the Lord. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന രീതിയിൽ ആത്മാർത്ഥമായി ശബ്ദം ഉയർത്തി ഒന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞേ. Let us thank the Lord aloud. കർത്താവേ, അങ്ങയുടെ ക്രൂശിനായി നന്ദി. I thank the Lord for your cross. കർത്താവേ, അങ്ങയുടെ മരണത്തിനായി നന്ദി. I thank the Lord for your sacrifice. അങ്ങ് തകർക്കപ്പെട്ടതിനായി നന്ദി. I thank the Lord for being broken on എനിക്ക് the ലഭിച്ച cross. വിടുതലിനായി നന്ദി. I thank the Lord for the deliverance that you have given to me, Lord. എന്റെ രക്ഷയ്ക്കായി നന്ദി. I thank the Lord for the salvation that I've received, ആ Lord. സ്നേഹത്തിനായി നന്ദി. I thank the Lord for that love, Lord. ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചേ. ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞേ. ആത്മാർത്ഥമായി ശബ്ദമുയർത്തി. Amen, amen, amen. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord Jesus. ഹല്ലേലൂയ, 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 Hallelujah. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah. Thank you. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറെ ഇതുപോൽ ആത്മാർത്ഥമായ ആ വരികളൊന്ന് ചേർന്ന് പാടിക്കേ.
നമ്മുടെ കർത്താവ് ആരായിരുന്നു? ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനേ. ബലവും ജ്ഞാനവും ജ്ഞാനമെല്ലാം സ്വീകരിക്കാൻ യോഗ്യനേ. ബലവും ജ്ഞാനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനേ. അതുകൊണ്ട് ഈ ശ്രീ മനമേ നിത്യവും ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്. മനമേ നിത്യവും ജീവനാഥൻ മരണാധികാരിയായ യേശുവേ മരണാധികാരി ആയിരുന്ന സന്തോഷത്തോടെ ആ വരികളൊന്ന് ചേർന്ന് പാടാമോ? മരണാധികാരി മരണത്തിനാലെ മരണത്തിനാലെ നീക്കി മൃത്യു ദിനവും മനമേ ദിനവും മനമേ തൽസമയം ദിനവും അതിധൈര്യമായി എല്ലാവരും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സഹിച്ച പങ്കപാടുകളെ ഓർത്തുകൊണ്ട് അവൻ നമുക്ക് ക്രൂശിൽ സാധിപ്പിച്ചത് അവന്റെ വിടുതലുകളെ ഓർത്തുകൊണ്ട് നമുക്ക് തന്ന അവകാശങ്ങളെ ഓർത്തുകൊണ്ട് Thank you, Jesus. We thank you, Lord. We praise you. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാണ്. നന്ദി അപ്പാ, നന്ദി കർത്താവേ. ഓ, ഹല്ലേലൂയ. എത്ര മഹത്വപ്പെടുത്തിയ, എത്ര ആരാധിച്ച അവൻ നമുക്ക് വേണ്ടി സഹിച്ച പക്കപ്പാടുകൾക്ക് പകരമാകുന്നില്ല. Thank you, Jesus. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ നമ്മെ തന്നെ സമർപ്പിക്കാമോ? നമ്മെ തന്നെ ഒന്ന് താഴ്ത്താമോ? Thank you, Jesus. നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ തന്നെ താഴ്ത്താം. Thank you, Jesus. Thank you, Lord. We praise you. We thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah.
കർത്താവേ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.